നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് കഴിഞ്ഞ ദിവസം രാത്രിയാണ് അന്തരിച്ചത്. കറകളഞ്ഞ രാഷ്ട്രീയ നേതാവിനപ്പുറം ലോകം കണ്ട മികച്ച സാമ്പത്തിക വിദഗ്ധൻ എന്ന വിശേഷണമാണ് മൻമോഹൻ സിംഗിനെ ചേരുക. ഇന്ത്യൻ സാമ്പത്തിക മേഖലയുടെ ഗതി തന്നെ മാറ്റിമറിച്ച മിതഭാഷിയായ ആ മണിമാൻ ടെക്നോക്രാറ്റിൽ നിന്നും രാഷ്ട്രീയക്കാരനിലേക്കുള്ള പരകായ പ്രവേശനമായിരുന്നില്ല മൻമോഹൻ സിംഗിന്റേത്. കോൺഗ്രസ് നേതൃത്വവുമായി പിണങ്ങി രാജിക്കൊരുങ്ങിയ മൻമോഹൻ സിംഗ് പോക്കറ്റിൽ എപ്പോഴും രാജിക്കത്ത് കൊണ്ടു നടന്നിരുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി, സ്വന്തം പാർട്ടിയിൽ നിന്ന് വേണ്ടുവോളം അപമാനം നേരിട്ടയാൾ. മൻമോഹൻ സിംഗിനെതിരെ രാഹുൽ ഗാന്ധി പരസ്യമായി രംഗത്ത് വന്ന ആ സംഭവം ഇന്നും ഒരു തീരാവേദനയാണ്. 2013 സെപ്റ്റംബർ 27 രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തു. ഇതിന് പിന്നാലെ നാടകീയമായ പ്രഖ്യാപനങ്ങളും. മൻമോഹൻ സർക്കാർ കൊണ്ടുവന്ന ഓർഡിനൻസ് സമ്പൂർണ്ണ അബദ്ധമാണ്, അത് കീറി വലിച്ചെറിയണമെന്ന് പ്രഖ്യാപിച്ച രാഹുൽ ക്യാമറകൾ നോക്കി ഓർഡിനൻസ് വലിച്ചു കീറി. ഇതിൽ പര അപമാനം മൻമോഹൻ സിംഗ് നേരിടാനില്ല. മന്ത്രിസഭയുടെ തീരുമാനങ്ങളെ കാറ്റിൽ പറത്തി സ്വന്തം പാർട്ടി തന്നെ രംഗത്തെത്തിയത് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിനെ വെട്ടിലാക്കി. 2 വർഷമോ അതിൽ കൂടുതലോ തടവ് ശിക്ഷ ലഭിക്കുന്ന ജനപ്രതിനിധികൾക്ക് സ്ഥാനം നഷ്ടമാകുമെന്ന് സുപ്രീം കോടതി വിധിച്ചു. 2013 ജൂലൈ 10 നിർണായക വിധി. ഈ ഉത്തരവിനെ മറികടക്കാൻ പഠിച്ച പണി 18 പയറ്റി മൻമോഹൻ സർക്കാർ. കാലിത്തീറ്റ കുംഭകോണ കേസിൽ ശിക്ഷിക്കപ്പെട്ട RJD നേതാവ് ലാലു പ്രസാദ് യാദവിനെ രക്ഷിക്കാൻ സുപ്രീം കോടതി വിധിക്ക് മുകളിലായി ഓർഡിനൻസ് കൊണ്ടുവരാമെന്ന് മൻമോഹൻ സിംഗ് സർക്കാർ തീരുമാനിച്ചു. കോടതി വിധി വന്ന് 2 മാസത്തിന് ശേഷം ഓർഡിനൻസ് കൊണ്ടുവന്നു. ജനപ്രതിനിധികൾ ശിക്ഷിക്കപ്പെട്ടാൽ സുപ്രീം കോടതി വരെയുള്ള നടപടികൾ പൂർത്തിയായതിനു ശേഷമേ സ്ഥാനത്ത് നിന്ന് നീക്കാവൂ എന്നായിരുന്നു ഓർഡിനൻസ്. അഴിമതി കേസുകളിലും മറ്റുമായി ശിക്ഷിക്കപ്പെട്ട ജനപ്രതിനിധിമാരെ രക്ഷിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ അന്നത്തെ പ്രധാന പ്രതിപക്ഷമായിരുന്ന BJP നിശിതമായി വിമർശിച്ചു. ഇതിനിടെയാണ് അമേരിക്ക സന്ദർശിക്കാൻ മൻമോഹൻ സിംഗ് പോയ വേളയിൽ രാഹുലിന്റെ വാർത്താ സമ്മേളനവും ബിൽ കീറിയെറിയലും നടക്കുന്നത്. കോൺഗ്രസ് പാർട്ടിയും UPA സർക്കാരും തമ്മിൽ അടിപിടിയാണെന്ന പ്രതിച്ഛായ സൃഷ്ടിക്കാൻ രാഹുലിന്റെ പ്രകടനം കാരണമായി. ഇതിന് പിന്നാലെ വന്ന പൊതു തെരഞ്ഞെടുപ്പിൽ UPA വമ്പൻ പരാജയം ഏറ്റുവാങ്ങുകയും ചെയ്തു. മൻമോഹൻ ഒരിക്കലും ജനകീയ നേതാവായിരുന്നില്ല. പ്രധാനമന്ത്രിയായപ്പോൾ പോലും രാഷ്ട്രീയ നേതാവിനപ്പുറം മൻമോഹനിലെ ഇക്കണോമിസ്റ്റ് ഒരു പടി മുന്നിൽ നിന്നു. വിട്ടുവീഴ്ചയില്ലാത്ത സാമ്പത്തിക വിദഗ്ധരിൽ നിന്ന് ഒത്തുതീർപ്പിലെത്തുന്ന രാഷ്ട്രീയക്കാരിലേക്കുള്ള ദൂരം മൻമോഹൻ സിംഗിനെ സംബന്ധിച്ച് അത്ര ചെറുതുമായിരിക്കില്ല. നരസിംഹറാവുവിനൊപ്പമുണ്ടായിരുന്ന 90കളായിരിക്കണം മൻമോഹൻ സിംഗിലെ രാഷ്ട്രീയക്കാരനെയും സാമ്പത്തിക വിദഗ്ധനെയും സംയോജിപ്പിച്ചത്. അമിത ആഹ്ലാദമോ അതിഗംഭീര പ്രസംഗങ്ങളോ ഇല്ലാതെ ജീവിതം പഠിപ്പിച്ച ലാളിത്യം കൊണ്ടു മൻമോഹൻ എക്കാലവും നേതാക്കൾക്കിടയിൽ വ്യത്യസ്തനായി. കോൺഗ്രസ് ഗ്രൂപ്പ് പോരുകളിലും സഖ്യകക്ഷി പടല പിണക്കങ്ങളിൽ നിന്നും അകലം പാലിക്കാൻ മൻമോഹൻ സിംഗ് എന്നും ശ്രദ്ധിച്ചിട്ടുണ്ട്. സോണിയാഗാന്ധി, നരസിംഹറാവു തുടങ്ങിയ സുപ്രധാന നേതാക്കളോടെല്ലാം അടുപ്പമുണ്ടായിരുന്നപ്പോഴും വ്യക്തിപരമായി മൻമോഹൻ സിംഗ് എപ്പോഴും അകലം പാലിച്ചു. പാർട്ടിക്ക് അകത്തും പുറത്തും മാന്യത പുലർത്താൻ തലക്കനമില്ലാത്ത ആ തലപ്പാവുകാരൻ എപ്പോഴും ശ്രദ്ധിച്ചു. വിമർശനങ്ങൾ പോലും മാന്യമായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ എന്നിവരെല്ലാം തന്നെ മൻമോഹൻ സിംഗിന്റെ വസതിയിലെത്തി ആദരാഞ്ജലികൾ അർപ്പിച്ചിട്ടുണ്ട്. മൻമോഹൻ സിംഗിന്റെ കുടുംബത്തെ ആശ്വസിപ്പിച്ച ശേഷമാണ് പ്രധാനമന്ത്രി മോദി വസതിയിൽ നിന്നും മടങ്ങിയത്.